വന്ദേമാതരം സംബന്ധിച്ച പുതിയ വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആവശ്യപ്പെടുന്നു. വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അറിയിച്ചു. വിജ്ഞാപനത്തിനെതിരെ തീവ്ര നിലപാടുള്ള മുസ്ലിം പണ്ഡിതർ മതവിദ്വേഷം കലർത്തിയുള്ള പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സമാന നിലപാടുമായി ബോർഡും രംഗത്തെത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. ഇന്നൊരു മുസ്ലിം മതപണ്ഡിതന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതിലെ ചില വാചകങ്ങൾ ഒരിക്കലും ഉച്ചരിക്കില്ല, തല വെട്ടിക്കളഞ്ഞാലും ഞങ്ങളത് പിന്തുടരില്ല എന്ന് പ്രകോപിപ്പിക്കുകയാണവർ. ഇപ്പോൾ ഈ ബോർഡ് എന്താണ് പറയുന്നത്? ഈ വന്ദേമാതരത്തിലെ ചില വരികളിൽ സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും ഭാരതവുമായി ഉപമ ചെയ്യുന്നു, അല്ലെങ്കിൽ സങ്കല്പിക്കുന്നു, ഭാരതത്തോട് സങ്കല്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മുസ്ലിം സംഘടനകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാർക്ക്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള സംഘടനകൾക്ക് ഇതിൽ വ്യക്തമായി എതിർപ്പ് വരാൻ കാരണം എന്നുള്ളതാണ്. 1937 മുതൽ തന്നെ ഈ മുസ്ലിം സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പറിയിക്കുന്നു. ജമാഅത്തെ ഉലുമായെ ഹിന്ദ്, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോഡ്, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളാണ് ഇതിനെ കൃത്യമായി എതിർപ്പറിയിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണലോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ദുർഗാ സരസ്വതി എന്നീ ദേവതകളുമായി ഭാരതത്തെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വരികൾ ഒരു തരത്തിലും ചൊല്ലില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചില്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതും ഇവിടെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ചില മുസ്ലിം മത പണ്ഡിതരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മാ ദുർഗ, മാ സരസ്വതി എന്നീ പരാമർശങ്ങൾ ഒരു തരത്തിലും മുസ്ലിം മതവിശ്വാസികൾ അംഗീകരിക്കില്ലെന്നും തല വെട്ടിയാലും ആ വരികൾ മുസ്ലിങ്ങൾ ആലപിക്കില്ലെന്നുമാണ് ഒരു മുസ്ലിം മത പണ്ഡിതനായിട്ടുള്ള സാജിദ് റഷീദി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മുസ്ലിങ്ങൾ ജീവൻ കൊടുക്കുമെങ്കിലും മതവിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള ഇളവുകളും വരുത്തില്ല എന്നുള്ളതാണ് ഈ സാജിദ് റഷീദി എന്ന് പറയുന്ന മതപണ്ഡിതൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വർഗീയ മതവിദ്വേഷ പ്രചരണങ്ങൾ നടത്തുവാൻ വേണ്ടി ഇത്തരം തീവ്ര മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.